അഴിമതി സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകും. നിരന്തരം അഴിമതിയും സ്വജനപക്ഷപാതവും ക്രമക്കേടുകളും നടത്തുന്നവരുടെയും കൈക്കൂലി വാങ്ങുന്നവരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുന്നുണ്ട്. പട്ടികയിലുള്ള ചില ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ വിജിലൻസ് പിടിയിലായിട്ടുമുണ്ട്. അഴിമതി നടന്നതിന് ശേഷം അന്വേഷിക്കുക എന്നതിലല്ല കാര്യം. അതിനവസരം നൽകാതെ ആരംഭത്തിൽ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നതിലാണ്. ആ ലക്ഷ്യത്തോടെ വിവിധ വിഭാഗങ്ങളിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. അഴിമതി നിരോധന നിയമങ്ങളെ പറ്റിയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സ്വീകരിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ചും സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ആഭ്യന്തര വിജിലൻസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ വിജിലൻസ് കോടതികളിൽ കേസുകൾ അനന്തമായി നീളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരം കേസുകളുടെ വിചാരണ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുന്നതിനും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനും കർശന നിർദ്ദേശം വിജിലൻസിൻ്റെ നിയമവിഭാഗത്തിനും പ്രത്യേകിച്ച് പ്രോസിക്യൂട്ടർമാർക്കും നൽകി. 2024 ജനുവരി മുതൽ 2025 മാർച്ച് 31 വരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ 30 കേസുകൾ തീർപ്പാക്കിയിരുന്നു. ഇതിൽ കുറ്റകൃത്യം തെളിഞ്ഞ 28 പേർക്ക് ഉചിതമായ ശിക്ഷയും ലഭ്യമാക്കി. കോട്ടയം വിജിലൻസ് കോടതിയിൽ 12 കേസുകൾ തീർപ്പാക്കിയതിൽ 7 പേർക്കെതിരെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ തീർപ്പായ 21 കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 4 പേർക്കെതിരെയും തൃശൂർ വിജിലൻസ് കോടതി തീർപ്പാക്കിയ 6 കേസുകളിൽ 53 പേരെയും കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ തീർപ്പായ 13 കേസുകളിൽ 7 പേർക്കെതിരെയും തലശ്ശേരി വിജിലൻസ് കോടതി തീർപ്പാക്കിയ 19 കേസുകളിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 8 പേർക്കെതിരെയും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതും വിജിലൻസിന്റെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡാണ്. ഇ ഗവേണൻസ്, ഇ ടെൻഡറിങ്, സോഷ്യൽ ഓഡിറ്റ്, നിയമാവബോധം, കർശന വിജിലൻസ് സംവിധാനം എന്നിവയുടെ ഫലപ്രദമായ വിനിയോഗങ്ങളിലൂടെ അഴിമതി നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. അഴിമതി എന്ന വിപത്ത് തുടച്ചു നീക്കാനുള്ള യജ്ഞം, ആ യജ്ഞത്തിൽ മുഴുവൻ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് വേണ്ടത്. അതിനായി അഭ്യർത്ഥിക്കുന്നു. ഇത്തരം വിവരങ്ങൾ കൈമാറുന്നതിന് ഒരു വിഷമവും ഉണ്ടാകരുത്. കൃത്യമായി വിവരങ്ങൾ കൈമാറിയാൽ അഴിമതിക്കെതിരെയുള്ള നടപടികൾ നല്ല രീതിയിൽ ത്വരിതപ്പെടുത്താൻ സാധിക്കും.